എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇമ്പൾസ് റിലേ പരിചയപ്പെടുത്താനാണ്. എല്ലാവർക്കും അറിയാവുന്ന റിലേ ആണ് ഇമ്പൾസ് റിലേ. ലാച്ചിങ് റിലേ എന്ന് പറയാറുണ്ട്, പിന്നെ ഇതിന് ലോഡ് ഷെയറിംഗ് റിലേ എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പല പേരുകൾ ഈ റിലേ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഫേമസ് ആയ പേര് ലാച്ചിങ് റിലേ എന്നാണ്. ഓക്കെ, ഇത് ആക്ച്വലി നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ലോഡ് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിലേ ആണ്. ആക്ച്വലി ഈ റിലേ എന്ന് പറഞ്ഞാൽ ലോഡ് ഷെയർ ചെയ്യുന്ന റിലേ ആണ്. ആക്ച്വലി ഇതിൻ്റെ പേര് ലോഡ് ഷെയറിങ് റിലേ എന്നാണ്. ഇമ്പൾസ് റിലേ എന്ന് പറയും. പൾസ് കൊടുത്തു കഴിയുമ്പോൾ വർക്കാകുന്ന റിലേ, അങ്ങനെ ഇതിന് പറയാണ്. ഒരു പൾസ് നമ്മൾ സിഗ്നൽ കൊടുത്തു കഴിയുമ്പോഴത്തേന് ആ പൾസ്, ആ ഒരു കമാൻഡ് ഈ ഒരു സ്വിച്ച് ഇങ്ങനെ 0101 എന്ന് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ഓഫ് മോഡ്, ഒന്ന് ഓൺ മോഡ്. ചിലതിൽ നമുക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോ ഓഫ് എന്നും പറഞ്ഞ് കിടക്കും. ചില സ്നൈഡറിൻ്റെയൊക്കെ, ഇത് സ്നൈഡറിൻ്റെ പഴയ മോഡലാണ്, ഇത് മെർലിഞ്ചറിൻ. അപ്പോൾ ഈ ഓഫിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ കമാൻഡ് കൊടുത്താലും ആ ഒരു സെയിം സിസ്റ്റം തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. മീൻസ് പമ്പ് 1 ആണ് നമുക്കൊരു ഡ്യൂട്ടി ഉള്ളത്. പമ്പ് 2 സ്റ്റാൻഡ് ബൈ ആണെങ്കിൽ നമ്മളിത് ഓഫിലിട്ട് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് നമ്മൾ മേപ്പോട്ട് ഓഫിലിട്ട് കഴിഞ്ഞാൽ എപ്പോൾ ഓൺ ചെയ്താലും ആ പമ്പ് 1 തന്നെ ആയിരിക്കും റൺ ആകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാച്ചിങ് ചേഞ്ച് ആകത്തില്ല, മാറി മാറി വർക്ക് ആകത്തില്ല. അത് ആ ഒരു സ്റ്റേബിളായിട്ട് ആ കമാൻഡ് വരുമ്പോൾ മാത്രം ഔട്ട്പുട്ട്, അത് ആ ഒറ്റ സിഗ്നൽ മാത്രമേ അതിൽ നിന്ന് ഔട്ട്പുട്ട് വരത്തുള്ളൂ. പക്ഷെ നമ്മളിത് ഓൺ ആക്കി ഇടുവാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ പൾസ് കൊടുക്കുമ്പോഴും ഈ ഒരു സ്വിച്ച് മേലോട്ടും താഴോട്ടും ഇങ്ങനെ മാറി മാറി ട്രിഗർ ആയിക്കൊണ്ടിരിക്കും. ഇതൊരു മെക്കാനിക്കലി ഇലക്ട്രിക്കലി ബന്ധപ്പെട്ട ഒരു സ്വിച്ചാണ്. മെക്കാനിക്കൽ സ്വിച്ചുമാണ്, ഇലക്ട്രിക്കൽ സ്വിച്ചുമാണ്. അങ്ങനെ രണ്ട് ഫങ്ഷനാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബെൽ സ്വിച്ചൊക്കെ വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പുഷ് ചെയ്യുമ്പം ഒരു വട്ടം ഓണാക്കും, ഒരു വട്ടം ഓഫാക്കും എന്ന് വെച്ചാൽ ഈ ഒരു മാറി മാറി ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടുകളിലുള്ളതെന്ന് തോന്നുന്നു, നമ്മുടെ അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു ഈ ലാച്ചിങ് റിലേ യൂസ് ചെയ്തിട്ട് ഈ ഒരു ലൈറ്റിന് വേണ്ടിയിട്ട്, മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല ഈ സിസ്റ്റം. നമ്മുടെ നാട്ടിൽ തലയുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ, അത് പല പല, അല്ലാതെ നമ്മുടെ അവിടെ നിന്ന് 2 പമ്പ് വെച്ച് ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ റൺ ചെയ്യിക്കാനുള്ള സിസ്റ്റം ഒന്നും നമ്മുടെ നാട്ടിൽ. ഒരു പമ്പ് കാണും, അത് ഒറ്റ പമ്പിൽ തന്നെ റണ്ണാവും, കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോൾ മാറ്റി വെക്കും. ഇത് ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ എന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഞാനധികം കണ്ടില്ല. വലിയ വലിയ ഫാക്ടറികളിലൊക്കെ കാണും, സാധാരണ വീടുകളിൽ അങ്ങനെ ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ എന്ന് വെക്കാറില്ല. പക്ഷെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ പമ്പ് സെറ്റായിട്ടാണ് വരുന്നത്. അതൊരു ഇൻബിൽറ്റ് സിസ്റ്റമായിട്ടൊരു പാനൽ, വിത്ത് പാനൽ, ജസ്റ്റ് പവർ സപ്ലൈ മാത്രം കൊടുത്തിട്ട് വാട്ടർ ടാങ്ക് ലൈനും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വർക്ക്. അങ്ങനെയാണ് ഇവിടുത്തെയൊക്കെ സിസ്റ്റം വരുന്നത്. നമ്മുടെ ഫ്ലോട്ട് സ്വിച്ചിൻ്റെ ലൈൻ അത് കൊടുത്താലും ഓരോ വട്ടം നമ്മളിങ്ങനെ ഓണും ഓഫും ആവുന്ന സമയത്ത് ഈ പമ്പ് മാറി 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 വർക്കാവും. അതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വലിയ വലിയ ഇക്വിപ്മെൻറ്റ് ഒരു വട്ടം ഓണായി പിന്നെ അടുത്ത വട്ടം ചേഞ്ച് ആവുന്ന സമയത്ത് മറ്റേ എമൗണ്ട് ചേഞ്ച് ആയി വർക്ക് ചെയ്യണം, അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം PLC ആയതുകൊണ്ട് എല്ലാം പ്രോഗ്രാമിലാണ് വർക്കാവുന്നത്. ഇതൊക്കെ ഓൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്റമൊക്കെ. ഇതൊക്കെ ഇനി വരും കാലങ്ങളിലൊന്നും ഇത് കാണത്തില്ല. ഇപ്പോൾ വരുന്ന ലോറ എന്ന് പറഞ്ഞ പമ്പിൻ്റെയൊക്കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്, ഇതുപോലത്തെ റിലേയും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം അതിനകത്ത് പ്രോഗ്രാം ഇൻബിൽട്ടായിട്ട് വരുന്ന സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ചേഞ്ച് ഓവർ എങ്ങനെ ആകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ പിന്നുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സെയിം നമ്മളെല്ലാ റിലേയിലും കാണുന്ന കൂട്ട് ഒരു A1 ഒരു A2 ഇതിലുണ്ട്. A2 നമ്മൾ ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ A1 ഫേസ് കൊടുക്കുക. ഫേസ് നമ്മൾ ഓരോ ബട്ടൺ ട്രിഗർ ചെയ്യുമ്പം ഈ ഒരു ലിവർ ഇങ്ങനെ മുകളിലോട്ട് എന്തായാലും ഒരു ടോഗിൾ സ്വിച്ച് പോലെ ഇങ്ങനെ മേപ്പോട്ട് എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കും മെക്കാനിക്കലി. ഓക്കെ, ഒരു NOയും ഒരു NCയും ആണ് ഇതിനകത്തുള്ളത്. ഒരു റിലേ തന്നെ അല്ല ഇതിൻ്റെ NO/NC വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ റിലേ ആണ് വന്നിരിക്കുന്നത്. NO സെപ്പറേറ്റ് ആണ്, NCയും സെപ്പറേറ്റ് ആണ്. നമ്മളിതാ ഇതുപോലെ കൊടുക്കുന്ന തൊട്ട് ഒരു കോമണും NO/NC ഇങ്ങനെ മാറി മാറി ട്രിഗർ ചെയ്യുമല്ല, ഇൻഡിവിജ്വൽ NO ഉണ്ട്, NC ഉണ്ട്, സെപ്പറേറ്റ് ആണ് സിസ്റ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1ഉം 2ഉം ഒരു കോണ്ടാക്റ്റാണ്. ഇവിടെയാണ് അതിൻ്റെ 1 വരുന്നത്. 1 എന്ന് വെച്ചാൽ
മാർക്ക് ചെയ്തുകൊണ്ട് താഴെയാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇവിടെയാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത് 1. അതിൻ്റെ നേരെ താഴെ വരുന്നതാണ് 2. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ് 1ഉം 2ഉം. ഇത് 3ഉം ഇത് 4ഉമാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ NO ആണ്. ഒന്ന് NC ആണ്, ഒന്ന് NA ആണ്. അത് തമ്മിൽ യാതൊരു ബന്ധമില്ല. ഒരു സെപ്പറേറ്റ് ട്രിഗർ ആകുന്ന സിസ്റ്റമാണ്. അപ്പോൾ 2 സിസ്റ്റം നമ്മൾ കൊടുത്താലും അത് സെപ്പറേറ്റ് ആയിട്ട് വർക്കാവും. ഇപ്പോൾ ഒരു 6 ഇതിൽ വൈയും കൊടുത്താലും സെപ്പറേറ്റ് ആയിട്ട് വർക്കാവും. മീൻസ് അത് നമ്മൾ ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഇതിൽ വന്നിട്ട് ന്യൂട്രൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫേസ് ഞാനൊരു ട്രിഗർ സ്വിച്ച് വഴി ഓൺ സ്വിച്ച് വഴിയിട്ട് NO കോണ്ടാക്റ്റ് ആണ് ഈ സ്വിച്ച്, സ്റ്റാർട്ട് സ്വിച്ചാണ്. ഇതിൽ നമുക്ക് ഫേസ് ഇവിടെ വന്നിപ്പോൾ ഉണ്ട്, ഔട്ട് വന്നിട്ടില്ല. പുഷ് ചെയ്താൽ ഔട്ട് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാണ്. ഇപ്പോൾ ഓൺ ഇതിലാണ് ട്രിഗർ ആയിരിക്കുന്നത്. ഞാൻ ഒന്ന് പുഷ് ചെയ്യുന്നു. പുഷ് ചെയ്ത സമയത്ത് 0 വന്നു. പിന്നെ ഒന്നിട്ട് പുഷ് ചെയ്യുന്നു. ആ സപ്ലൈ ഇതിലോട്ട് എത്തുമ്പോൾ, ഇപ്പോൾ സപ്ലൈ ഇല്ല, ആ സപ്ലൈ ഇതിലോട്ട് എത്തുമ്പോൾ ഒരു പൾസ് മാത്രമാണ് കൊടുക്കുന്നത്. ആ പൾസ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മാറി മാറി വർക്കാവും. അതാണ് ഈ ലാച്ചിങ് റിലേയിൽ സംഭവിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ലൈറ്റുകളിലൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉപയോഗം ഇങ്ങനെയാണ് വരുന്നത്. ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവും, ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഏതിലാണ് കമാൻഡ് വരുന്നത് അത് തന്നെ ഔട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് വേറെ കാര്യമുണ്ട്. ഇത് ഓഫിൽ വെച്ചിട്ട് നമുക്കിത് ഏത് പമ്പാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരെണ്ണം മെയിൻ്റനൻസ് ആണെന്ന് വെച്ചോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിവൈസ് മെയിൻ്റനൻസ് ആണെന്ന് വെച്ചോ, അപ്പോൾ നമുക്കിത് ഓഫിൽ വെച്ചിട്ട് ഈ താഴോട്ടുള്ള ട്രിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റിലോട്ട് താഴത്തെയാണ് വെക്കുന്നതെങ്കിൽ താഴത്ത് വർക്കാവും. ഇത് പക്ഷേ നമുക്ക് യൂസ് ഇല്ല അന്നേരം. ഓൾറെഡി ഇത് മാനുവലി കിടക്കുകയാണ്, ഓഫാണ് കിടക്കുന്നത്. മെക്കാനിക്കലി ലോക്ക് ചെയ്യുന്നതാണത്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിത് ലൈറ്റ് കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനപ്പം ലാച്ചിങ് റിലേയുടെ അല്ലെങ്കിൽ ഇമ്പൾസ് റിലേയുടെ ഈ 1, 3 തമ്മിൽ ഞാൻ ലൂപ്പ് ചെയ്തു. കാരണം ഇത് ഇൻഡിവിജ്വൽ റിലേ ആയതുകൊണ്ട് നമുക്ക് ഒരു സപ്ലൈ ഇവിടെ വേണം. ഇതൊരു സെപ്പറേറ്റ് സപ്ലൈയോ അല്ലെങ്കിൽ ലൂപ്പ് സപ്ലൈയോ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ കോമൺ ആക്കാൻ വേണ്ടി, ഇത് രണ്ടിൻ്റെയും കോമൺ സപ്ലൈ ആക്കാൻ വേണ്ടി ഞാൻ ഈ ലൈൻ ഇവിടെ ലൂപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഫേസ് സപ്ലൈ. ഓക്കെ, ഇതിൻ്റെ അതിൻ്റെ ഔട്ട് വരുന്ന ലൈനിൽ ഈ 2വിലും ഈ 1ൻ്റെ ഔട്ടാണ് 2, ഈ 1ൻ്റെ ഔട്ടാണ് 2, ഈ 3യുടെ ഔട്ടാണ് 4. അപ്പോൾ ഞാൻ അതിൽ രണ്ടിലും 2 ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ആ ബൾബ് പ്രവർത്തിക്കാനായിട്ട് 2 ന്യൂട്രലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പൾസ് ചെയ്യിക്കാനുള്ള A1ൻ്റെ ട്രിഗർ സ്വിച്ച് ഇവിടെ ഉണ്ട്. സപ്ലൈ കൊടുത്ത് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ കൂട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ ഏതാണോ NC പൊസിഷൻ ഇരിക്കുന്നത് അതിൽ ഓൾറെഡി കമാൻഡ് വന്നിരിക്കും. ഓക്കെ, നമുക്കിത് ഓഫ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്കിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ട്രിഗർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കമാൻഡ് വരുന്ന ഇതിലാണ്. ഇതൊരു പമ്പാണ് സങ്കല്പിക്കുക. ഈ പമ്പാണ് ഇപ്പോൾ വർക്കിംഗ്, ഇത് വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടി ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് ട്രിഗർ മാനുവലി നമുക്കിതിങ്ങനെ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്ത് നമുക്ക് വർക്കാക്കിക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് സിഗ്നൽ വന്നാലും യാതൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ നമ്മളിത് ഓണിലിടുക അല്ലെങ്കിൽ ചിലതിൽ ഓട്ടോ മോഡിലിടുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വട്ടം ട്രിഗർ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന ലൈറ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഫങ്ഷൻ. പക്ഷേ ഈ ലൈറ്റിന് വേണ്ടി കൊടുക്കുന്ന അല്ല ആക്ച്വലി സാധനം. ഇത് ലോഡ് ഷെയറിങ് റിലേ ആണ്. 2 സിസ്റ്റവും ഒരേപോലെ ഷെയർ ചെയ്ത് വർക്ക് ചെയ്യണം. ഇപ്പോൾ 2 പമ്പ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ 2 പമ്പിൻ്റെയും ലോഡ് ഈക്വൽ ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്.
ഇത് നമ്മുടെ നാട്ടിൽ ഇത് വെറും ഒരു സ്വിച്ചിന് വേണ്ടി കണക്ട് ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് വാല്യൂം കളഞ്ഞു കഴിഞ്ഞ ആൾക്കാർ. ഇതിൻ്റെ പേര് ലോഡ് ഷെയറിംഗ് റിലേ, അല്ലെങ്കിൽ ഇമ്പൾസ് റിലേ, പൾസ് കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യുന്ന റിലേ, അല്ലെങ്കിൽ ലാച്ചിങ് റിലേ. ഇങ്ങനെ ലാച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. ഓക്കെ, പറഞ്ഞ് മനസ്സിലായല്ലോ. ഇപ്പം മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഇത് മാറ്റാൻ സാധിക്കും. മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ആക്കാം. പിന്നെ അത് ട്രിഗർ കൊടുത്താലും വർക്കാവില്ല. ഓട്ടോയിലിട്ടാൽ മാത്രമേ ഇത് വർക്കാവുകയുള്ളൂ. ഇത്ര മനസ്സിലായല്ലോ. ഇതാണ് ഇമ്പൾസ് റിലേയുടെ ഫങ്ഷൻ. ലോ കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് കൊടുത്തിട്ടില്ല, ഇത് അഴിച്ചു വിട്ടു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ലൈറ്റാണ്. മാസ്റ്റർ സ്വിച്ച് കൊടുത്തേക്കും. എല്ലാം ലൂപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓഫ് ഓൺ. അപ്പോൾ മറ്റേ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിട്ടില്ല. ഇതാണ് സംഭവിക്കുന്നത്. ലാച്ചിങ് റിലേ വെച്ചിട്ട് സംഭവിക്കുന്ന ഫങ്ഷൻ ഇതാണ്. ഓക്കെ, നമുക്കിത് കോണ്ടാക്ടറിലോട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കോണ്ടാക്ടറിലോട്ട് കൊടുക്കുമ്പം സെയിം തന്നെ നോട്ടിൽ തമ്മിൽ ലൂപ്പ് ചെയ്തു. ഇതിൻ്റെ കോമൺ സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട് വന്നിട്ട് ഇതിൻ്റെ ഓരോ ഔട്ടുകളും നമ്മൾ 2 കോണ്ടാക്ടറിലോട്ട് കൊടുത്തു. നമുക്ക് സപ്ലൈ കൊടുത്ത് നോക്കാം. കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കമാൻഡ് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണോ ട്രിഗറായി കിടക്കുന്നത് അതിൻ്റെ കമാൻഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു. പൾസ് ഇവിടെ കിട്ടിയിട്ടില്ല. നമുക്കിത് ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഓട്ടോയിലാണെങ്കിൽ, മാനുവലാണെങ്കിൽ നമുക്ക് ഓട്ടോയിലാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. പക്ഷേ ട്രിഗർ ആകുമ്പോൾ മാറിപ്പോവും. കമാൻഡ് വരുമ്പം മാറിപ്പോവും. ഇങ്ങനെയാണിത് ചേഞ്ച് ഓവർ സംഭവിക്കുന്നത് നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ. ഇപ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമാൻഡ് എന്ന് പറഞ്ഞ സംഭവം പമ്പ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ് സപ്ലൈ അല്ല കൊടുക്കുന്നത് ഇവിടെ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പമ്പ് റണ്ണായി കിടക്കും. അതിൻ്റെ ഡ്രോയിങ് ഞാൻ പിന്നെ ശരിയാക്കി. ഇതിപ്പോൾ ഇമ്പൾസ് റിലേ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പം നമ്മളിത് ഇപ്പോൾ ഡ്യൂട്ടി ചെയ്ത് കിടക്കുമല്ലേ, ഇൻ കേസ് പമ്പ് വർക്കാവുന്നില്ല, ട്രിപ്പായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വയറിങ്ങാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലാച്ചിങ് റിലേ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ആൾക്കാർ, പക്ഷേ സപ്പോർട്ട് നമുക്കധികം കിട്ടുന്നില്ല. ലൈക്ക് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എനിക്ക് പറ്റുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ് എല്ലാവർക്കും. നിങ്ങളും നമുക്ക് ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യുന്നെങ്കിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം, സംസാരിക്കാം, ഡൗട്ടുകളൊക്കെ ചോദിക്കാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.